ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് പത്തരങ്ങളിലൂടെ തിരിച്ചുവരവാണ്. ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇത്. അറിയാം, കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരീക്ഷാകാലമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പൂർവാധികം ശക്തിയോടെ തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ 2-3 എപ്പിസോഡായി മാർച്ച് മാസത്തെ പത്രങ്ങളിലൂടെ ക്വസ്റ്റ്യൻസും നമ്മൾ തീർക്കുന്നതായിരിക്കും. അപ്പം ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക്. ഓക്കെ, ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് 10 ചോദ്യങ്ങളാണ്. നമ്മൾ അല്പം പിന്നാലെ ഓടുന്നത് കൊണ്ട് തന്നെ ഇത് മത്സരമല്ല, നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉത്തരം പറയാനുള്ള അവസരമാണ്. 10 ചോദ്യങ്ങൾക്ക് പ്രസക്തമായ 10 വാർത്തകൾ ഞാൻ പറയും. അതിനോടനുബന്ധിച്ച് ഒരു എക്സ്ട്രാ ചോദ്യവും ചോദിക്കും. ഓക്കെ അല്ലേ? ഒന്നാമത്തേത്, ഇത്തവണത്തെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ ആയി മാറിയത് ഒരു പുതിയ സംസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം ആരായിരുന്നു? ജമ്മു കാശ്മീർ ആയിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗ്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവെന്നറിയപ്പെടുന്ന മഹാരാജ രഞ്ജിത് സിംഗിന്റെ പേരിലുള്ള നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റായ രഞ്ജി ട്രോഫിയുടെ ചാമ്പ്യന്മാരായി ജമ്മു കാശ്മീർ മാറി. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കർണാടകയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചോദ്യം ഇതാണ്. ചോദ്യത്തിലേക്ക്, രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി വന്ന ടീം ജമ്മു കാശ്മീർ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഒരു മത്സരം, എല്ലാ വർഷവും രഞ്ജി ട്രോഫി മത്സരം ഇന്ത്യയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ ടീം ഒരു ഭാഗത്തുണ്ടാകും, മറുഭാഗത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൂടിയുള്ള രഞ്ജി ട്രോഫിയിൽ മത്സരിച്ച ഏറ്റവും നന്നായി കളിച്ച കളിക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം ഉണ്ടാക്കും. ആ ടീം, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയും രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരും തമ്മിൽ നടക്കുന്ന ആ മത്സരത്തിന്, അതിൽ വിജയിക്ക് ലഭിക്കുന്ന ട്രോഫിക്ക് ഒരു പേരുണ്ട്. എന്താണ് ആ പേര് എന്നുള്ളതാണ് ചോദ്യം. ഇറാനി ട്രോഫി എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്പരം ഓരോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം ശരിയായ ഉത്തരത്തിന്. അതെ, ഇറാനി ട്രോഫി എന്നൊക്കെ പറയുമ്പോൾ അത് ഇറാന്റെ മത്സരമാണെന്നും കരുതല് ഇന്ത്യയുടെ തന്നെയാണ് ഇറാനി ട്രോഫി. അയ്യാ, രണ്ടാമത്തെ ചോദ്യം. വാർത്ത നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ, ആ രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ നിന്ന് രാഷ്ട്രപതി ഭവന്റെ ശില്പികളിൽ ഒരാൾ കൂടിയായ എഡ്വിൻ ലൂട്ടിയൻസിന്റെ പ്രതിമ മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പകരം ആ സ്ഥാനത്തേക്ക് വരുന്നത് സി രാജഗോപാലാചാരിയുടെ പ്രതിമയാണ്. സ്വാഭാവികം, സി രാജഗോപാലാചാരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി, സംശയമില്ല. അതിനെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ ഭാരതരത്ന വിജയിയായ വ്യക്തി കൂടിയാണ് സി രാജഗോപാലാചാരി. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുന്നിൽ എഡ്വിൻ ലൂട്ടിയൻസിന് പകരം സി രാജഗോപാലാചാരിയുടെ പ്രതിമ വരട്ടെ, നല്ലത്. ചോദ്യം ഇതാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ, മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായൊരു കൃതിക്ക് എഴുതിയ തമിഴ് വിവർത്തനത്തിന്റെ, തമിഴ് ട്രാൻസ്ലേഷന്റെ പേര് ചക്രവർത്തി തിരുമകൻ എന്നാണ്. ചക്രവർത്തി തിരുമകൻ ഏത് കൃതിയാണ്? സി രാജഗോപാലാചാരി ചക്രവർത്തി തിരുമകൻ എന്ന പേരിൽ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് പ്രശസ്തമായ ഇന്ത്യൻ കൃതിയാണ്? രാമായണം. ഇന്ത്യൻ ഇതിഹാസം തന്നെയാണ്. ആദി ഗ്രന്ഥം വാൽമീകിയുടെ രാമായണത്തെയാണ് ചക്രവർത്തി തിരുമകൻ എന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത്. ശരിയായ ഉത്തരം. പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തേത് വളരെ സിമ്പിളായ ചോദ്യം. മൂന്നാമത്തേത്, ഇനി കേരള അല്ല, കേരളം. സംസ്ഥാനം പഴയത് തന്നെ, പക്ഷേ കേരളം പഴയ കേരളം തന്നെയായിരിക്കാം, പേരിൽ മാറ്റമുണ്ട്. ഇംഗ്ലീഷിൽ കേരള എന്നുള്ളത് കേരളം എന്നാക്കി മാറ്റി. വലിയ മാറ്റമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുറെ സാമ്പത്തിക ചെലവ് വരും കേട്ടോ. കേരള എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സംസ്ഥാനത്തെ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ബോർഡുകളും മറ്റും മാറ്റി വരുമ്പോൾ തന്നെ വലിയ ചെലവൊക്കെ വരും. എന്തായാലും അത് മലയാളികളുടെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു. വാർത്ത നിങ്ങൾ കണ്ടു, ഫെബ്രുവരി മാസത്തിൽ സംഭവിച്ചു. ചോദ്യം ഇതാണ്. ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം, അതിന്റെ പേര് മാറ്റണമെങ്കിൽ, അതിർത്തിയിൽ വ്യത്യാസം വരണമെങ്കിൽ, അത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അംഗീകാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ, വകുപ്പ് പ്രകാരമാണല്ലോ. നിങ്ങൾ പറയേണ്ടത് കേരള എന്നുള്ളത് കേരളമായി ഇംഗ്ലീഷിലും കൂടെ മാറുമ്പോൾ ഒഡീഷ ആയതുപോലെ ഏത് ഭരണഘടന ആർട്ടിക്കിൾ പ്രകാരമാണ് അങ്ങനെ സംഭവിച്ചത്? ആർട്ടിക്കിൾ 3. നിഷാൻ 5 ആണ് ആദ്യം കാണിച്ചത്. ഉത്തരം ഏതാ? ആർട്ടിക്കിൾ 3 ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് പരസ്പരം അഭിനന്ദിക്കാൻ ഇത്തവണ സമ്മാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. നാലാമത്തെ വാർത്ത, തെരുവ് നായകളെ ദത്തെടുക്കാൻ തൃശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് വാർത്ത.
തെരുവ് നായകളെ ദത്തെടുക്കാം. ഒരുപാട് മൃഗസ്നേഹികളുണ്ട്, നായസ്നേഹികളൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പണിയും കൂടി അയക്കാം. പക്ഷേ അല്ലേ, ഒരുപക്ഷെ അവർക്ക് മറ്റു പരിപാടികളൊന്നും വേണ്ട. തെരുവ് നായകളെ കണ്ടു കഴിഞ്ഞാൽ താല്പര്യമുള്ള നായസ്നേഹികൾക്ക്, മൃഗസ്നേഹികൾക്ക് അവയെ ദത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയുമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വരുന്നു. ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടാൻ കാരണം അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നേരത്തെ ഒരു MLA ആണ്. പൊതുവെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വിജയിച്ചു വരുന്നവർ ഉയർന്ന രീതിയിലേക്ക് നിയമസഭകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ തിരികെ വരാറില്ല. ഇവിടെ കോൺഗ്രസ്സുകാരനായ വടക്കാഞ്ചേരി പഴയ MLA, കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റുപോയി, അതിനു മുമ്പ് MLA ആയിരുന്ന അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരികെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാവോ? അനിൽ അക്കരയാണ്. അനിൽ അക്കരെ അല്ല, ഇത് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അനിൽ അക്കര. അനിൽ അക്കരയാണ്. ഓക്കെ, ചോദ്യം പക്ഷേ അതല്ല. പൊതുവെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഈ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് ABC പദ്ധതി എന്നാണ്. ഉത്തരം ഞാൻ പറഞ്ഞു തന്നു. ചോദ്യം, എന്താണ് ആ ABCയുടെ ഫുൾ ഫോം? ആനിമൽ ബർത്ത് കൺട്രോൾ. ശരിയായ ഉത്തരവാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. പത്രത്തിൽ കണ്ട വാർത്ത, ബാഫ്റ്റ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ ബെസ്റ്റ് ഫിലിം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സ്വാഭാവികമായിട്ടും ഓസ്കാറിലെയൊക്കെ പോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് നിരവധി സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതിനകത്ത് മണിപ്പൂർ ഫിലിമായ ബൂങ് എന്ന മണിപ്പൂരി ഫിലിമിന് കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ പറ്റിയ സിനിമ എന്നുള്ള അവാർഡും കിട്ടി. ആ ബൂങ് എന്ന സിനിമയുടെ സംവിധായകനെയൊക്കെ നിങ്ങൾക്കറിയാം. സംവിധായകനല്ല, നിർമ്മാതാവ് ഫർഹാൻ അക്തറാണ്. ഫർഹാൻ അക്തർ. ഓക്കെ, ചോദ്യം ഇതാണ്. നിങ്ങളത് ബാഫ്റ്റ, ഓസ്കാർ ഒക്കെ പോലെ തന്നെ അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു അവാർഡ്, ബാഫ്റ്റ എന്നുള്ള അവാർഡിന്റെ ആ പേര് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ബാഫ്റ്റ? ബ്രിട്ടീഷ് അക്കാദമി ഫോർ ബാഫ്റ്റ. ടെലിവിഷൻ. ബാഫ്റ്റ ആൻഡോ എന്തുവാ? ടെലിവിഷൻ. ബാഫ്റ്റ, ടീക്ക് മുമ്പ് ഒരു F ഉണ്ട്. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരെണ്ണം തെറ്റിയിരിക്കുകയാണ്. ഫോർ അല്ല, ഓഫ് ആണ്. ഫിലിം ആണ് ടെലിവിഷന് മുമ്പ്. തെറ്റാണ് പറഞ്ഞത്. വീണ്ടും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ്. അതാണ്. നിങ്ങൾക്ക് ക്വിസ് മാസ്റ്റർക്ക് വേണ്ടി ഒന്ന് ചെറുതായി കൈയടിക്കാവുന്നതാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, പത്രങ്ങളിലൂടെ ഗ്രൂപ്പ് ഇപ്പോഴും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ടോ? സജീവമായി മുന്നോട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. കുറച്ചു മുന്നേറെ പരീക്ഷയുടെ ആ തിരക്കിൽ മാത്രമായിരുന്നു. ഇപ്പൊ വീണ്ടും സജീവമായിട്ട് തന്നെ ഗ്രൂപ്പ് ഓരോ ദിവസവും അതാത് ദിവസത്തെ പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിൽ ഒരാൾക്ക് അംഗമാകണമെങ്കിൽ ഗ്രൂപ്പിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. 365 രൂപ ഗൂഗിൾ പേ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാം. ഒരു വർഷത്തേക്കുള്ള ഫീസാണ് 365. കാരണം ഒരു വർഷം 365 ദിവസമാണല്ലോ. ഓരോ ദിവസവും 1 രൂപ വീതം. ശരി. എങ്കിൽ ആറാമത്തെ വാർത്ത പറഞ്ഞോട്ടെ. പറഞ്ഞോ. UN രക്ഷാസമിതിയുടെ ഒരു മീറ്റിംഗിൽ ആദ്യമായി ഒരു വനിത അധ്യക്ഷയായിരിക്കുന്നു. ഏറ്റവും രസകരമായ സംഗതിയാണ്. സമാധാനത്തെക്കുറിച്ചുള്ള, രാജ്യങ്ങൾക്കിടയിൽ പരസ്പര സഹകരണവും സമാധാനവും വളർത്തേണ്ട ഒരു ചർച്ചയായിരുന്നു. അതിന്റെ അധ്യക്ഷയായത് മെലാനിയ ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യയ്ക്കാണ് UN രക്ഷാസമിതിയിലെ ആ സമാധാനത്തിനെയും സഹകരണത്തെയും കുറിച്ചുള്ള മീറ്റിംഗിന്റെ അധ്യക്ഷയാകാൻ സാധിച്ചത്. അങ്ങനെ ആദ്യമായി ഒരു വനിത ആ മീറ്റിംഗിൽ അധ്യക്ഷയായി. നല്ല കാര്യം അല്ലേ? പ്രത്യേകിച്ചും വെനസ്വലയിലെ സമാധാനത്തിന് ശേഷം ഇറാനിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ വളരെ സമാധാനം വരുത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് തന്നെ കിട്ടിയ ഒരു അംഗീകാരമായിട്ട് അതിനെ കണക്കാക്കാം. അതെന്തായാലും ആകട്ടെ, ഒരുപാട് തമാശകൾ കലർന്നതാണ് ഇപ്പോഴത്തെ ലോകം. ചോദ്യം ഇതാണ്, UN രക്ഷാസമിതിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ UN ജനറൽ അസംബ്ലി, പൊതുസഭ, രക്ഷാസമിതി സെക്യൂരിറ്റി കൗൺസിൽ അല്ലേ, യുഎന്റെ ജനറൽ അസംബ്ലിയുടെ ചെയർപേഴ്സണായി മാറിയ ആദ്യത്തെ വനിത ഒരു ഇന്ത്യക്കാരിയാണ്. അതെ, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയാണ്. സഹോദരിമാരിൽ ഒരാളായ കൃഷ്ണ ഹത്തി സിംഗ് അല്ല എങ്കിൽ വിജയലക്ഷ്മി പണ്ഡിറ്റ്. വൈഭവ് സൂര്യവംശി. ഓക്കെ, അപ്പോൾ ശരിയായ ഉത്തരവാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. കറക്റ്റ്. ഏഴാമത്തെ വാർത്ത ധർമ്മേന്ദ്രയുടെ വിയോഗത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. ഷോലെ സിനിമയിലൂടെയൊക്കെ കണ്ട അല്ലെ നമുക്ക് വളരെ പ്രശസ്തനായ ധർമ്മേന്ദ്ര ഫെബ്രുവരി മാസത്തിലാണ് വിട പറഞ്ഞത്. ധർമ്മേന്ദ്രയുടെ ഭാര്യയെ നിങ്ങൾക്കറിയായിരിക്കും, സ്വപ്നസുന്ദരി ഹേമമാലിനി. ഇപ്പൊ ഹേമമാലിനി, ധർമ്മേന്ദ്രയുടെ വിയോഗമൊക്കെ വാർത്തകളായപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ചോദ്യം,
ഇത്തരത്തിൽ വളരെ പ്രശസ്തരായ ഒരുപാട് ദമ്പതികൾ ഹോളിവുഡിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഹോളിവുഡ് അല്ല, സോറി, ബോളിവുഡ്. നമ്മുടെ ബോളിവുഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതില് ഷോലയുടെ നായകൻ ആരായിരുന്നു? അമിതാഭ് ബച്ചനൊപ്പം ധർമ്മേന്ദ്രയല്ലേ? ധർമ്മേന്ദ്രയല്ലേ മരിച്ചത്? അപ്പൊ ധർമ്മേന്ദ്രയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട റോളിൽ ധർമ്മേന്ദ്ര ഉണ്ടായിരുന്നു അല്ലേ? ആ ഷോലയുടെ കഥ എഴുതി, കഥയും തിരക്കഥയൊക്കെ ആരായിരുന്നു? ആ സംഭാഷണം, കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളൊക്കെ എഴുതിയ പ്രശസ്തനായ തിരക്കഥാകൃത്തും കവിയുമായ രണ്ടുപേരെയാണ് എഴുതിയ. അതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജാവേദ് അക്തർ. നമ്മളിടയ്ക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാറുണ്ട് ഇപ്പോഴും. ഏറ്റവും രസമുള്ള ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത് നല്ലതാണ്. അപ്പൊ ജാവേദ് അക്തറിന്റെ ഭാര്യയും വളരെ പ്രശസ്തയായ ഒരു ഹിന്ദി സിനിമാ താരമാണ്. ഹിന്ദി സിനിമാ താരം എന്നതിനേക്കാൾ ഉപരി ഇന്നും ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയത് ഈ വനിതയ്ക്കാണ്. ജാവേദ് അക്തറിന്റെ ഭാര്യ. അറിയോ? ഒരു ക്ലൂവും കൂടെ തരാം. വളരെ പ്രശസ്ത നാടകകൃത്തും ആക്ടിവിസ്റ്റുമൊക്കെയായ കൈഫി ആസ്മിയുടെ മകളാണ് ഇവർ. ഷബാന ആസ്മി ശരിയായ ഉത്തരവാണ്. ഓക്കെ, എട്ടാമത്തേത് നമ്മൾ കണ്ടു. മുംബൈയിലെ ഔർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രൽ, മുംബൈയിലെ ഔർ ലേഡി ഓഫ് ഗ്രേസ് കത്തീഡ്രലിന് യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചു എന്നുള്ള വാർത്ത ഫെബ്രുവരി മാസം കണ്ടു. യുനെസ്കോ ഹെറിറ്റേജ് പുരസ്കാരം ലഭിച്ചു അല്ലേ? എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റുകൾ സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ ആദ്യത്തേതായിട്ട് ദ വെരി ഫസ്റ്റ് വൺ, ഒന്നാമത്തേത് എന്നുള്ളത് കിട്ടിയത് ഒരു ദ്വീപിനാണ്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന, നമ്മുടെ മാനവരാശിയുടെ വളർച്ചയെ വളരെ സ്വാധീനിച്ച പല സിദ്ധാന്തങ്ങൾക്കും കാരണമായ നിരീക്ഷണങ്ങൾ പോലും നടന്നിട്ടുള്ള ആ ദ്വീപിന്റെ പേരെന്താണ്? ഗാലപ്പഗോസ് ഐലൻഡ്. ഇക്വഡോർ എന്ന ഇക്വേറ്റർ കടന്നു പോകുന്ന, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ദ്വീപിനോട് ചേർന്നുള്ള ഗാലപ്പഗോസ് ഐലൻഡ് ആണ്. എന്താ നിഷാൻ ഗാലപ്പഗോസ് ഐലൻഡിന്റെ പ്രത്യേകത? എന്ത് പുള്ളിയോ? ഏതായിരുന്നു അദ്ദേഹത്തിന്റെ ആ കപ്പല്? HMS ബീഗിൾ കപ്പല്. മറ്റേ പുള്ളിയല്ല, ചാൾസ് ഡാർവിൻ. അല്പം ബഹുമാനമൊക്കെ ആകാം. ഓക്കെ, സത്യം പറഞ്ഞ പട്ടിയുടെ ടൈപ്പാ. ബീഗിൾ പട്ടിയുടെ ടൈപ്പാണോ? അല്ല, മറ്റേ ഉപകരണമല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ. കഴിക്കുന്ന സംഭവമില്ലേ അയ്യോ, എന്നാ ശരി. ബീഗിൾ ഒരു മറ്റേ കാബൂളിവാലയുടെ മ്യൂസിക് കിട്ടുന്ന ഉപകരണത്തിന്റെ പേരെന്താ? എന്തിനാണ് അടുത്ത ക്വസ്റ്റ്യൻ? നമ്മൾ യുദ്ധത്തെ കുറിച്ച് ഒരു വാർത്ത. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേരം ഫെബ്രുവരി മാസം അവസാനം തന്നെ പ്രശസ്തമായി നിന്ന യുദ്ധം, അല്ല ഇപ്പോഴും തുടരുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ്. ഇപ്പുറത്ത് വലിയ യുദ്ധം നടക്കുന്നതുകൊണ്ട് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പത്രവാർത്ത ഇതാണ്: പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക്. ഏകദേശം 1000-ഓളം ആളുകൾ ഓൾറെഡി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഒരു അതിർത്തി രേഖയുണ്ട്. എന്താണ് ആ അതിർത്തി രേഖയുടെ പേര്? ഡ്യൂറൻ ലൈൻ. ശരിയായ ഉത്തരവാണ്. ഇന്നത്തെ ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക്, ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ചോദ്യം. ഫെബ്രുവരി മാസത്തിൽ ഉൾപ്പെടെ അതിന് മുമ്പത്തെ മാസങ്ങളിലുമൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരു നാഷണൽ ഹൈവേ, ദേശീയപാത, അതിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നിരവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ അതിന്റെ ചില റീച്ചുകൾ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം വലിയ തർക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് വരുന്നു. എന്നാൽ ആ സദസ്സിലേക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ക്ഷണമില്ല. അത്തരം വിവാദങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് റോഡ് ഷോ ഒക്കെ നടത്തുന്നു. ഇതെല്ലാം നടന്നത് NH66, നാഷണൽ ഹൈവേ 66, പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള നാഷണൽ ഹൈവേ 66മായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, വാർത്ത ഇത്, ചോദ്യം അതല്ല. നാഷണൽ ഹൈവേ പോലെ തന്നെ ജലമാർഗം സഞ്ചരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ വാട്ടർവേസ് ഉണ്ട്. നാഷണൽ വാട്ടർവേസ്, ദേശീയ ജലപാതകൾ. അതിലൊരെണ്ണം പരിപൂർണമായും കേരളത്തിലാണ്. നാഷണൽ വാട്ടർവേ 3, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള നാഷണൽ വാട്ടർവേ 3 ശരിയായ ഉത്തരവാണ്. ഒന്നാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത റൗണ്ടിന്റെ പ്രത്യേകത 5 ചിത്രങ്ങളാണ്. ഇത്
ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും നമ്മുടെ പാർട്ടിസിപ്പൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 5 ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങളും പറയാം. സമയം കളയണ്ട. ചോദ്യം ഞാനും ഉത്തരം നിഷാൻ. ഓക്കെ റൈറ്റ്. ഒന്നാമത്തേത് ആദ്യത്തെ പിക്ചർ ശരിക്കും കാണാൻ വയ്യ. ഓക്കെ, സെറ്റ്. ഇത് ഈ അടുത്ത് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റിന്റെ ലോഗോ ആണ്. ഈ ലോകത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പിക്കുകളിൽ ഒന്ന് തന്നെ. അതിന്റെ ലോഗോ ആണ് ഇത്. ഏതാണ് ഈ സമ്മിറ്റ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത്? ഡൽഹിയിലാണ് നടന്നത്. ഇഷാൻ ഇത്രയും പറഞ്ഞു, ഇത്ര സമയം പോരെ? പറഞ്ഞു. ഇന്ത്യയിലെ AI സമ്മിറ്റ്. AI സമ്മിറ്റ്, AI ഇമ്പാക്ട് സമ്മിറ്റ് ആണ് ഇത്. അതിന്റെ ലോഗോ ആണ്. ഡൽഹിയിലായിരുന്നു ഇത്തവണ നടന്നത്. പപ്പാക്ക് അറിയായിരുന്നു? യെസ്. ചുമ്മാ. രണ്ടാമത്തെ പാഠം ചിത്രം കാണുന്നില്ല, അങ്ങനെ തന്നെ വൃത്തിയാക്കി ഡൺ. കിട്ടിയോ? ഇതും കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, അവിടെയുള്ള ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട പിക്ചറാണ് ഇത്. കോട്ടയത്താണ്, കേരളത്തിലാണ്, കോട്ടയത്താണ്. ആ ചിത്രം ഒന്നുകൂടെ കാണിച്ചു. ഓക്കെ. അതിലുള്ള ജീവികളെ അതിനകത്ത് ഒരു മിനിറ്റ് ഇങ്ങോട്ട് കുറച്ചുകൂടെ നീക്കി. ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകും ഏതാണ് ക്ഷേത്രമെന്നും എന്താണ് സംഭവമെന്നും. ഡയറക്റ്റ് ഉത്തരം പറഞ്ഞു. നമ്മുടെ സമീപത്തുള്ള ഏത് ക്ഷേത്രമാണ്? ഏറ്റുമാനൂർ ശിവക്ഷേത്രമാണ്. ഏതാണ്? യെസ്, ഏഴര പൊന്നാനയാണ്. എന്താണിത്? ക്യാമറമാൻ എന്തൊക്കെയോ ബാക്കിൽ നിന്ന് കാണിക്കുന്നു. അപ്പൊ ഏഴര പൊന്നാനയുടെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. മൂന്നാമത്തെ ഫോട്ടോ, ഇത് അല്പം ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ, പിക്ചർ കണ്ടല്ലോ അല്ലേ? ഓക്കെ. ഈ പിക്ചറിന്റെ പ്രത്യേകത നിഷാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇത് മിഠായി പൊതിയുടെ ഈ വർഷത്തെ സമ്മർ ക്യാമ്പിന്റെ QR കോഡാണ്. ഓൺലൈൻ സമ്മർ ക്യാമ്പിൽ നടക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനുള്ള ലിങ്ക് ആയിരുന്നു. ഇതിന്റെ പേര് വിങ്ങിറ്റ് എന്നാണ്. വിങ്ങിറ്റ് വളരെ രസകരമായ രീതിയിൽ ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രസകരമായ ഒരു സമ്മർ വെക്കേഷൻ ഒരുമിച്ച് നമുക്ക് നടത്താമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഈ ഒരു സമ്മർ ക്യാമ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ പരമാവധി കൂട്ടുകാർ അംഗമാകാൻ ശ്രമിക്കുക. ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെയായി ഈ ഒരു വെക്കേഷൻ നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കാം എന്ന് കരുതുന്നു. അപ്പം അടുത്ത പിക്ചർ, ഇതും രസകരമായ ഒരു പിക്ചറാണ്. ഇത് അല്ല, വീണ്ടും യഥാർത്ഥ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ഇത് ഇവിടെ കോട്ടയത്തെ CMS കോളേജിൽ നടന്ന ഒരു ഓപ്പൺ സ്കിറ്റ്. CMS കോളേജിന്റെ ആ ഒരു പരിസരം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു നാടകത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. ഓക്കെ, അതിന് 1-2 ക്ലൂ ഞാൻ പറയട്ടെ. ആ നാടകം ഒരു നോവലിനെ ആസ്പദമാക്കിയാണ്. ആ നോവലിസ്റ്റിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഇത്തവണത്തെ സംസ്ഥാന നിയമസഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ സാഹിത്യത്തിനുള്ള? ഉണ്ട്. അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത് പല ചെറുകഥകളുടെ പേരിലാണോ? അതെ. രാജീവ് ഗാന്ധി, അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖ് കലാപം നടക്കുന്നു. ആ സിഖ് കലാപത്തെ തുടർന്ന് ഡൽഹിയിൽ വ്യാപകമായ കലാപങ്ങൾ നടക്കുമ്പോൾ രാജീവ് ഗാന്ധി ഒരു പദപ്രയോഗം നടത്തി സിഖ് കൂട്ടക്കലെ ന്യായീകരിച്ചുകൊണ്ട് വൻമരങ്ങൾ വീഴുമ്പോൾ ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ വിമർശിച്ചുകൊണ്ട് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ള പ്രശസ്തമായ ചെറുകഥ എഴുതിയത് ഇദ്ദേഹമാണോ? ഇദ്ദേഹമാണ്. ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതുപോലെ ചെറുകഥകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായെങ്കിലും ഒരു ഒറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ. ആ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്കിറ്റുമാണ് ഇത്. ഹിഗ്ഗിറ്റ് എഴുതിയത് അദ്ദേഹമാണോ? അതെ. എങ്കിലും ഈ ആളുടെ പേര് പറഞ്ഞു. NS മാധവനാണ് എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ അതാണ് നോവൽ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോവലാണ്. അതുമായി ബന്ധപ്പെട്ട സ്കിറ്റ് ആയിരുന്നു ഇത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ബുക്കിന്റെ കവറാണ്. ഇതിലെ എഴുത്തുകാരുടെ പിക്ചർ പേര് കാണാമെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അത് കാറൽ മാക്സ് ആൻഡ് ഫെഡറിക് എംഗൽസ് ആണ്. പിന്നെ ഫെഡറിക് എംഗൽസും കൂടെ വരുമ്പോൾ ബുക്ക് ഏതാണെന്ന് കിട്ടി കാണും. ഉത്തരം
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. അത് 1848 ഫെബ്രുവരി 21 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 21 റെഡ് ബുക്സ് ഡേ എന്നും ഇടയ്ക്കൊക്കെ ആചരിക്കാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വാർഷികമായിരുന്നു ഈ ഫെബ്രുവരി മാസം. ഇത്രയുള്ളായിരുന്നു ഞങ്ങളുടെ 5 പിക്ചർ റൗണ്ട്. ആൻഡ് ഈ ഫുൾ ക്രെഡിറ്റ് പിക്ചർ റൗണ്ടിന്റെയും അത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയതിന്റെയും ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയതിന്റെ ക്രെഡിറ്റ് നിഷാനല്ല, എനിക്ക് തരണം. ഓക്കെ, അപ്പം അയ്യോ അങ്ങനെ 2 റൗണ്ടും ഇന്നത്തെ പത്രങ്ങളിലൂടെ 2 റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് ചെയ്യാനുള്ള അവസരവും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്യുക. അതുപോലെ സമ്മർ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യവും മറക്കണ്ട. യെസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്ന് നിഷാനൊപ്പം നിബിൻ.